നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ധീതമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Welcome, AEL Study Circle, Manasri Mission, AAS, PACE, MES for Civil Service Films, Mains, Indian History, Modern India. The Arunachal and Revolutionary Crime Act 1990. The Arunachal and Revolutionary Crime Act 1990. The Governor General Chelmsford had appointed a committee under the chairmanship of Justice Sidney Rowlett in 1970 for retrospection of the nature of revolution and secession, which was popularly known as the Rowlett Committee. In 1918, committee submitted its report with recommendation for punitive as well as preventive measures. This act empowered the government to arrest any person without warrant and can detain for 2 years without trial. അപ്പം എന്താണ് ഈ ഒരു ആക്ട്, 1990 റവല്യൂഷണറി ആക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് 1917 ഗവർണർ ജനറൽ ആയിരുന്ന ചെംഫോർഡ് നേതൃത്വത്തിൽ സിഡ്നി റൗലറ്റ് അല്ലെങ്കിൽ റൗലറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ചെയർമാനായിട്ട് ജസ്റ്റിസ് സിഡ്നി റൗലറ്റിനെ നിയമിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് റൗലറ്റ് ആക്ട് വന്നത്. അപ്പം 1917 ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ ചെയർമാനായിട്ട് സിഡ്നി റൗലറ്റിനെ നിയമിക്കുകയും ചെയ്തു. 1918 ഇതിന്റെ വിശേഷമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യാതെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ പണിഷ് ചെയ്യാനും ഉള്ള ഒരു ആക്ട് അല്ലെങ്കിൽ അതിലെ നിയമം ഈ ആക്ടിലൂടെ അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടാണ് റവല്യൂഷണറി ആക്ട് 1970. വിപ്ലവത്തിന്റെ സ്വഭാവത്തെ മുൻകൂട്ടി പരിശോധിക്കുന്നതിനും റൗലറ്റ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന നിർദ്ദേശത്തിനും വേണ്ടി ഗവർണർ ജനറൽ ചെംഫോർഡ് 1917 ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ശിക്ഷാ നടപടികൾക്കും പ്രതിരോധ നടപടികൾക്കുമുള്ള ശുപാർശകളോടെ 1918 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. വാറന്റ് ഇല്ലാതെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഈ നിയമം സർക്കാരിന് അധികാരമുണ്ട്. കൂടുതൽ വിചാരണ കൂടാതെ 2 വർഷം തടങ്കലിൽ വയ്ക്കാനും കഴിയും. Provision of Act. The Governor General has power to
implement the Act to any area. The Act encouraged for the speedy trial of offence. Interest of public safety, suspected person could be arrested and confined. It provided that person intended under the Defense of Indian Act may be not released. In the trial of such cases, juries were to be dispensed with. ഈ പ്രൊവിഷന്റെ ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് ഈ ആക്ട് ഏത് സ്ഥലത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഗവർണർ ജനറലിന്റെ പവറിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പണിഷ്മെന്റും ഗവർണറിനും അല്ലെങ്കിൽ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെടുന്ന അധികാരികൾക്ക് കൊടുക്കാം. ഇത് ജനങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. നിയമത്തിലെ വ്യവസ്ഥകൾ. ഏത് പ്രദേശത്തും നിയമം നടപ്പിലാക്കാൻ ഗവർണർ ജനറലിന് അധികാരമുണ്ടായിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് ഈ നിയമം വിഭാവനം ചെയ്യുന്നു. പൊതുസുരക്ഷയ്ക്കായി സംശയിക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ഒതുക്കി നിർത്താം. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിൽ കീഴിൽ ജോലിയിൽ പ്രവേശിച്ചവരെ വിട്ടയക്കുന്നതെന്ന് ഈ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത്തരം കേസുകളുടെ വിചാരണയിൽ ജൂറിമാരുടെ വിതരണം ചെയ്യേണ്ടതായിരുന്നു. Conclusion. This act was injected in British Indian polity to overcome the ongoing political activities and popular liberties. The act contained two philosophies, punitive and preventive, to bring any individual under an executive control within the scope of the act that ceased to apply any region. ഈ ആക്ടിന്റെ ഒരു മൊത്തത്തിൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരു മേജർ ആക്ടിവിറ്റി ആയിട്ട് മാറിയിരുന്നു ഈ ആക്ട്. അല്ലെങ്കിൽ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫിലോസഫീസ് ഉയർന്നു വന്നു, പ്യൂണിറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ഈ ആക്ട് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭരണകൂടത്തിലെ നിയമവ്യവസ്ഥയിൽ രണ്ട് വേർഡുകളാണ്, പ്യൂണിറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ഉപസംഹാരം. നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ജനകീയ സ്വാതന്ത്ര്യങ്ങളെയും മറികടക്കുന്നതിനാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ നിയമം കുത്തിവെച്ചത്. ഏതൊരു പ്രദേശത്തിനെയും ബാധകമാകുന്ന പ്രവർത്തനത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും വ്യക്തിയെ എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിലാക്കുന്നതിന് ശിക്ഷാർഹവും പ്രതിരോധവുമുള്ള രണ്ട് തത്വചിന്തകൾ ഈ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ്, non-cooperation movement or Khilafat movement. Non-cooperation movement or Khilafat movement. Non-cooperation movement or Khilafat movement. The growing indignation against the British rule led to the launching of the Khilafat or non-cooperation movement. Turkey has fought against Britain in the First World War. Turkey, which was one of the defeated countries, suffered injuries at the hands of Britain. In 1919, a movement was organized under the leadership of Muhammad Ali and Shaukat Ali, popularly known as Ali Brothers. Abdul Kalam Azad, Hasrat Mohini and others to force the British government to under these injustice. അതായത് ഖിലാഫത്ത് അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണ് ഈ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നത്, 1919. ഇതിന് ഓർഗനൈസേഷൻ ലീഡേഴ്സ് മുഹമ്മദ് അലി അല്ലെങ്കിൽ ഷൗക്കത്ത് അലി, അലി ബ്രദേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മോഹനി എന്നിവരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഖിലാഫത്ത് അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് ഒരു നേതൃത്വം വഹിച്ചത് 1919. ഇതില് ബ്രിട്ടീഷ് റൂളിന് എഗൻസ്റ്റ് ആയിട്ട് വന്ന ഒരു മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വർദ്ധിച്ചു വരുന്ന രോഷം ഖിലാഫത്തും നിസ്സഹകരണ പ്രസ്ഥാനവും ആരംഭിക്കാൻ കാരണമായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ബ്രിട്ടനെ
ബ്രിട്ടനെതിരെ പോരാടുകയായിരുന്നു. പരാജയപ്പെട്ട രാജ്യങ്ങളൊന്നായ തുർക്കിക്ക് ബ്രിട്ടന്റെ കീഴിൽ അനീതി നേരിട്ടു. ഈ അനീതി ഇല്ലാതാക്കാൻ ബ്രിട്ടൻ സർക്കാരിനെ നിയമവിധേയരാക്കാൻ 1919 മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി സഹോദരന്മാർ നേതൃത്വം അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മോഹിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രസ്ഥാനം സംഘടിപ്പിച്ചു. The Khilafat Committee, which was set up to conduct this movement, was joined by Gandhi. The Sultan of Turkey was also considered the Caliph or Khalifa, the religious head of the Muslims. Therefore, the movement over the question of the injustice done to Turkey was called the Khilafat movement. It gave a call for non-cooperation. The movement on the Khilafat question merged with the movement against the repression in Punjab and for Swaraj. ഈ കമ്മിറ്റിയിൽ പിന്നീട് മഹാത്മാഗാന്ധി ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ടത് ഖലീഫ അല്ലെങ്കിൽ എന്ന് പറയുന്നത് മുസ്ലിം റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ട് റിലീജിയസ് ഹെഡിനെയാണ് ഖലീഫ അല്ലെങ്കിൽ ഖലീഫ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇൻജസ്റ്റിസിന് വേണ്ടിയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് ഇന്ത്യയിൽ വന്നത്. അതിൽ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വന്നത് ഒരു ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിനെതിരെ ആണ് ഈ മൂവ്മെന്റ് പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പ്രസ്ഥാനം നടത്താൻ രൂപീകരിച്ച ഖിലാഫത്ത് കമ്മിറ്റി ഗാന്ധിയും ചേർന്നു. തുർക്കിയിലെ സുൽത്താനെ മുസ്ലിങ്ങളുടെ മതമേധാവി ഖിലാഫ അല്ലെങ്കിൽ ഖലീഫയെ കണക്കാക്കിയിരുന്നു. അതിനാൽ തുർക്കിയോട് നടന്ന അനീതി സംബന്ധിച്ച ചോദ്യത്തെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. ഈ നിസ്സഹകരണത്തിന് ആഹ്വാനം നൽകി. ഖിലാഫത്ത് ചോദ്യത്തിലെ പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ പഞ്ചാബിലെ അടിച്ചമർത്തുന്നതിനെതിരെയും സ്വരാജിനുമുള്ള പ്രസ്ഥാനവുമായി ലയിച്ചു. In 1920, the Congress first at a special session held at Kolkata and later the regular session held at Nagpur under Gandhi's leadership. സ്ക്രീൻ മാറിയിട്ടില്ലല്ലോ. മാറിയില്ലേ? സാറേ ഇവിടെ കുഴപ്പമില്ല. എന്റെ എല്ലാരും സാർ ഞാനല്ല പറഞ്ഞേ. The Congress first session held at Calcutta and later at the regular session held at Nagpur under Gandhi's leadership adopted a new program for struggle against the government. At the Nagpur session, which was attended by the 15,000 delegates, the Congress constitution was amended at the attainment of the Swaraj by the people, India by the legitimate and the peaceful means, become its first article of the constitution of the Congress. 1920 ഈ ഒരു സെഷന്റെ ആദ്യത്തെ സെഷൻ സ്പെഷ്യൽ സെക്ഷൻ കോൺഗ്രസിന്റെ ഫസ്റ്റ് സ്പെഷ്യൽ സെക്ഷൻ കൽക്കട്ടയിൽ നടക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. പിന്നെ ഇതൊരു റെഗുലർ സെഷനായിട്ട് മാറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട നാഗ്പൂരിൽ 15,000-ത്തിലധികം മെമ്പേഴ്സ് പങ്കെടുക്കുകയും ഇങ്ങനെ ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ attain the Swaraj by the people of the India by the legislative and peaceful means become the first article of the constitution of the Congress. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ആയിട്ട് the attainment of Swaraj by the people of India by all legitimate and peaceful means എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത ഫസ്റ്റ് ആർട്ടിക്കിൾ കോൺഗ്രസിന്റെ 1920. 1920 ആദ്യം കൊൽക്കത്തയിൽ നടന്ന ഒരു പ്രത്യേക സെഷനിലും പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ നടന്ന പതിവ് സെഷനിലും കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരു പുതിയ പോരാട്ട നടപടി പരിപാടി സ്വീകരിച്ചു. 15,000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത നാഗ്പൂർ സെഷനിൽ കോൺഗ്രസ് ഭരണഘടന ഭേദഗതി ചെയ്യുകയും എല്ലാ ജനങ്ങളും സ്വരാജ്യത്ത് നിയമാനുസൃതവും
സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേടിയെടുക്കുക കോൺഗ്രസിന്റെ ഭരണഘടനയുടെ ആദ്യ ലേഖനമാണ്. The movement was aimed at undoing the injustice done to Punjab and Turkey and the attainment of Swaraj. It is called the non-corporation movement because of the method adopted in this movement. It began with the reunification of the formerly title like Sir that Indian had received from the British government. Subramania Iyer and Rabindranath Tagore had already done so. Gandhiji returned his Hyder-i-Hind medal in August 1920. Many others followed. Indian no longer through the honorable to receive title from the British government and thus to be associated with it. This was followed by the boycott of legislature. ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻജസ്റ്റിസ് ആണ് ഈ മൂവ്മെന്റിൽ പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുപോലെ സുബ്രഹ്മണ്യർ, രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗാന്ധിജി കൈസർ-i-ഹിന്ദ് മെഡൽ ആഗസ്റ്റ് 1920 ഗാന്ധി തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ അതാണ് ബോയ്ക്കോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പഞ്ചാബിലും തുർക്കിയിലും സംഭവിച്ച അനീതികൾ ഇല്ലാതാക്കുക, സ്വരാജ് കൈവരിക്കുക എന്നിവയായിരുന്നു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ സ്വീകരിച്ച രീതിയിൽ കാരണം ഇതിന് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ലഭിച്ച സർ പോലുള്ള ഓണററി പദവികൾ ഉപേക്ഷിച്ചതോടെ ഇത് ആരംഭിച്ചത്. സുബ്രഹ്മണ്യ അയ്യരും രവീന്ദ്രനാഥ് ടാഗോറും നേരത്തെ തന്നെ അങ്ങനെ ചെയ്തിരുന്നു. 1920 ഓഗസ്റ്റ് ഗാന്ധിജി കൈസർ-i-ഹിന്ദ് മെഡൽ മടക്കി നൽകി. മറ്റു പലരും പിന്തുടർന്നു. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നത് മാന്യമല്ലെന്ന് ഇന്ത്യക്കാർ കരുതിയില്ല. നിയമസഭയിൽ ബഹിഷ്കരിച്ചതിനെതിരെ തുടർന്നാണ്. Most people have refused to cast their vote when election to legislature were held. Thousands. അവിടെ നെറ്റ് സ്ലോ ആയിക്കൂടാ. ഇപ്പൊ കുഴപ്പമില്ല, വന്നു. Thousands of students and teachers left school and college. New education institutions like the Jamia Millia at Aligarh later shifted to Delhi, and Kashi Vishwanath at Benares started by the nationalists. Government servants resigned their jobs. Lawyers boycotted law courts. Foreign cloth was burned in Boniface. There were strike and hartal all over the country. The movement was a great success and the firing and arrest could not stop it. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം ഇങ്ങനൊരു ബോയ്ക്കോട്ട് നടന്നത് പിന്നെ ഇന്ത്യയിൽ മൊത്തം ആകെപ്പാടെ ഒരു യുദ്ധത്തിന്റെ കളമായിട്ട് മാറി. ബ്രിട്ടീഷുകാരുടെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിക്കുക, ജോലി, അതുപോലെ തന്നെ വസ്ത്രങ്ങള്, അങ്ങനെ മോഡേൺ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാർ ഉപേക്ഷിക്കാനും അങ്ങനെ ആദ്യമായിട്ടാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ജാമിയ മില്ലിയ, പിന്നെ അത് ആദ്യം അലിഗഡിലായിരുന്നു, അവിടുന്ന് ഡൽഹിയിലോട്ട് മാറ്റി. അങ്ങനെ കാശി വിശ്വവിദ്യാപീഠ് എന്ന ബനാറസിലെ നാഷണൽ സ്ഥാപിച്ചു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവ്മെന്റുമായിട്ട് ഉണ്ടായി. നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ വിസമ്മതിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളുകളും കോളേജുകളും വിട്ട് അലിഗഡിലെ ജാമിയ മില്ലിയ ബ്രിട്ടീഷ് പിന്നീട് ദില്ലിയിലേക്ക് മാറ്റി. ബനാറസിലെ കാശി വിശ്വവിദ്യാപീഠ് തുടങ്ങിയ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവാദികൾ ആരംഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി രാജിവെച്ചു. അഭിഭാഷകർ നിയമ കോടതികളെ ബഹിഷ്കരിച്ചു. കത്തിക്കയറിയതിൽ വിദേശ തുണി കത്തിച്ചു. രാജ്യത്തുടനീളം പണി മുടക്കുകയും ഹർത്താലുകളും ഉണ്ടായിരുന്നു. പ്രസ്ഥാനം മികച്ച വിജയത്തിലായിരുന്നു. അറസ്റ്റുകളും ഇത് തടയാനായില്ല. Before the year 1921 was out,
30,000 people were in jail. To conclude, most of the prominent leaders, Gandhiji, however, was still free, and rebellion had broken out in the some part of Kerala. The rebellion was mostly Mappila peasants, hence it is called എനിക്ക് ഇതുവരെ സ്ലൈഡ് കയറിയിട്ടില്ല. For the year 1921 was found 30,000 people were in jail. They include most of the prominent leaders. Gandhiji, however, was still free. A rebellion had broken out in some parts of Kerala. The rebellion was mostly Mappila peasants. Hence, it is called the Mappila Rebellion. The rebellion was suppressed by terrible brutalities. Moreover than 2,000 Mappila were killed and about 45,000 arrested. An example for the brutalities of suffocation to death of 75 Mappila prisoners in a railway wagon when they were being shifted from one place to another. അങ്ങനെ 1921 ഒരു പ്രോമിനന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് റെബലിയൻ ഉണ്ടാകുകയും അതിനെ മാപ്പിള റെബലിയൻ എന്ന് പറയുകയും അതിൽ ഒരുപാട് പേര് മരിക്കുകയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലാകപ്പെടുകയൊക്കെ ചെയ്തു. അതില് ഗാന്ധിജി ഫ്രീ ആയിരുന്നു മാപ്പിള ലഹരിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിലിലാക്കി ചെയ്തിട്ടില്ല ഈ സമയത്ത്. 1921 അവസാനിക്കുന്നതിന് മുമ്പ് 30,000 പേർ ജയിലായിരുന്നു. പ്രമുഖ നേതാക്കളിൽ ഭൂരിഭാഗം ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഗാന്ധിജി സ്വതന്ത്രനായിരുന്നു. കേരളത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു കലാപം പൊട്ടിപ്പറക്കുക. വിമതർ കൂടുതലും മാപ്പിള കൃഷിക്കാരാണ്. അതിനാൽ ഇതിനെ മാപ്പിള കലാപം എന്ന് വിളിക്കുന്നു. ഭീകരമായ ക്രൂരതകളാൽ കലാപം അടിച്ചമർത്തപ്പെട്ടു. 2000-ലധികം മാപ്പിള കൊല്ലപ്പെടുകയും 45,000 പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. റെയിൽവേ വാഗണിൽ 67 മാപ്പിള തടവുകാരെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ശ്വാസം മുട്ടിച്ച് ക്രൂരതയ്ക്ക് ഉദാഹരണമാണ്. The 1921 session, the Congress was held at Allahabad. It was presided by our Hakim Ajmal Khan. Session decided to continue the movement and launch the final stage of the non-cooperation movement. This was to be done by giving all the Congress people to refuse to pay taxes. It was started by Gandhiji in Bardoli, Gujarat. It was a very important stage because when people openly declared that they would not pay taxes to government, they means that they no longer recognized that the government is legitimate. Gandhiji had always emphasized that the entire movement should be paid peaceful. അങ്ങനെ 1921 കോൺഗ്രസ് സെഷനിൽ അലഹബാദിലാണ് നടന്നത്. അതിനെ പ്രിസൈഡ് ചെയ്തത് ഹക്കീം അജ്മൽ ഖാനാണ്. ഈ സെഷനിൽ ഏറ്റവും കൂടുതൽ, അതായത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് തുടരാനും അതുപോലെ തന്നെ ടാക്സ് കൊടുക്കാതിരിക്കാനും ഉള്ളൊരു കാര്യം ഈ യോഗത്തിൽ തീരുമാനമുണ്ടായി. ഒരു ടാക്സും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കണ്ട എന്ന് ഈ യോഗത്തില് സെഷനിൽ തീരുമാനം ഉണ്ടായി. അങ്ങനെ ഈ ഒരു പീസ്ഫുൾ മൂവ്മെന്റ് വലിയൊരു വയലേഷനോട്ട് മാറുകയും അങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്ത് ഒരു സമയമായിരുന്നു 1919 മുതൽ 21 വരെയുള്ള കാലഘട്ടം. 1921 കോൺഗ്രസിന്റെ സമ്മേളനം അഹമ്മദാബാദിൽ നടന്നു. ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ചു. പ്രസ്ഥാനം തുടരാനും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അവസാന ഘട്ടം ആരംഭിക്കാനും സെഷൻ തീരുമാനിച്ചു. നികുതി അടയ്ക്കാൻ വിസമ്മതിക്കാൻ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്തതാണ് ഇത് ചെയ്യേണ്ടത്. ഗുജറാത്തെ ബർദോഹളിയിലെ ഗാന്ധിജി ഇത് ആരംഭിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. കാരണം അവർ സർക്കാരിന് നികുതി നൽകിയില്ലെന്ന് ആളുകൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് സർക്കാർ നിയമത്തിൽ നിന്ന് അവർ ഇത് അംഗീകരിക്കുന്നില്ല എന്നതാണ്. പ്രസ്ഥാനം മുഴുവൻ സമാധാനപരമായിരുന്നുവെന്ന് ഗാന്ധിജി എല്ലായ്പ്പോഴും എണ്ണി പറഞ്ഞു. However, people were not able to contain themselves at Chauri Chaura in UP. On 5th January
1922, the police, without any provocation, fired at the people who were taking part of the demonstration. The people in their anger attacked the police station and set it on fire. 22 policemen were killed inside the police station. Gandhiji had made the condition that the movement should remain completely peaceful. Gandhiji, hearing the news of incident, called off the movement. അങ്ങനെ 1922 ചൗരി ചൗര ഇൻസിഡന്റ് ഉണ്ടാകുന്നു, മൂവ്മെന്റ് ഉണ്ടാകുന്നു യു പിയില്. 5th February 1982 അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഫയർ ചെയ്യുകയും ആൾക്കാരെ അതിനനുസരിച്ച് തല്ലി ഓടിക്കുകയും ചെയ്തു. അങ്ങനെ അതിനെതിരായി പോലീസ് സ്റ്റേഷനിൽ കയറി ആളുകൾ ബഹളം ഉണ്ടാക്കുകയും 22 പോലീസുകാരെ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു ശക്തി വളരെ ശക്തി ആർജിക്കുകയും വളരെ വരുന്ന കാലയളവുകളിൽ ഒരുപാട് ഈ മൂവ്മെന്റിന് വളരെ ശക്തിയായി തരികയും ചെയ്തു. എന്നിരുന്നാലും ആളുകൾക്ക് എല്ലായ്പ്പോഴും സ്വയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 1922 ഫെബ്രുവരി 5 യു പിയിലെ ചൗരയിൽ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ജനങ്ങൾ പ്രകോപിതനെ പോലീസ് സ്റ്റേഷൻ ആക്രമണം തിരികൊളുത്തി. പോലീസ് സ്റ്റേഷനിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. പ്രസ്ഥാനം പൂർണ്ണമായും സമാധാനപരമായി തുടരുമെന്ന വ്യവസ്ഥയാണ് ഗാന്ധിജി പറഞ്ഞത്. സംഭവ വാർത്ത കേട്ട് ഗാന്ധിജി പ്രസ്ഥാനം പിൻവലിച്ചു. On 10th March 1922, he was arrested and was sentenced to 6 years imprisonment. With the calling of the movement, one more phase of the national movement was over. In this movement, large mass of people participated all over the country. First spread to the village also, people came up to open defense on the government to demand Swaraj. The movement also strengthened the unity between the Hindus and the Muslims. Among the most people slogan during the movement was Hindu Musliman ki Jai. മാർച്ച് 10 1922 ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുകയും ഇംപ്രസ്ഡ് ആകുകയും സെന്റൻസ് വധശിക്ഷ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഒരു മൂവ്മെന്റ് വളരെയധികം ഇന്ത്യയിൽ ആളുകൾക്ക് ഒരുപാട് ജീവൻ കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വർഷങ്ങൾക്ക് കാത്തിരുന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അങ്ങനെ ലാസ്റ്റ് ഈ മൂവ്മെന്റിന്റെ ഒരു യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഹിന്ദു മുസ്ലിമാനും എല്ലാവരും ഒന്ന് തന്നെയാണെന്ന് ലാസ്റ്റ് എല്ലാവരും ഒരു പോലെ സ്ഥലത്തിൽ ഹിന്ദു മുസ്ലിമാൻ കി ജയ് എന്ന് പറയുന്നു. 1922 മാർച്ച് 10 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും 6 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. പ്രസ്ഥാനം അവസാനിപ്പിച്ചതോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിൽ രാജ്യമെമ്പാടും ധാരാളം ആളുകൾ പങ്കെടുത്തു. ഇത് ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. സ്വരാജിനെ ആവശ്യപ്പെട്ട് ജനങ്ങൾ സർക്കാരിനെ പരസ്യമായി എതിർത്തു. ഈ പ്രസ്ഥാനം ഹിന്ദുക്കളിലേക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ ഐക്യത്തെ ശക്തിപ്പെടുത്തി. പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രചാരമുള്ള മുദ്രാവാക്യങ്ങളൊന്ന് ഹിന്ദു മുസൽമാൻ കി ജയ് ആയിരുന്നു. കമ്മിങ് സോൺ